എന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? അത് പിന്നെ നമ്മുടെ ഗെയിം ക്ഷേത്രത്തിൽ വെച്ച് തുടങ്ങാം. എത്രയോ ആണുങ്ങളോടൊപ്പം കിടക്ക പങ്കിട്ട എനിക്ക് പവിത്രമായ അമ്പലത്തിലേക്ക് വരാനുള്ള യോഗ്യതയില്ല. നീ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിന്റെ അടുത്ത് വരുന്ന ആണുങ്ങൾ ചെയ്യുന്നതും തെറ്റ് തന്നെയല്ലേ? അങ്ങനെയുള്ളവന്മാരൊക്കെ ക്ഷേത്രത്തിൽ വരുമ്പോ നിനക്ക് വരാൻ പാടില്ലെന്നുണ്ടോ? വാ. ഇപ്പൊ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ? മാത്രമല്ല, എനിക്കും ഒരു മനസ്സുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്നാൽ ഇങ്ങനെ ഒരു ദിവസം മാത്രമല്ല, ജീവിതകാലം മുഴുവൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, വാ പോവാം. ഓക്കെ, ബൈ. ഏയ് ഒന്ന് നിന്നേ, കാശ് വാങ്ങിട്ട് പോ. വേണ്ട. അല്ല സാരമില്ല, വാങ്ങിക്കോളൂ. ആക്ച്വലി ഇന്ന് എനിക്ക് വിലമതിക്കാനാവാത്തൊരു ദിവസമാണ്. താങ്ക് യു ഫോർ ദ ഡേ. ഇങ്ങനെ ഒരു ദിവസത്തേക്കല്ല, എന്താ പറഞ്ഞേ? നമുക്ക് എന്നേക്കുമായി ഒന്നിച്ച് ജീവിച്ചാലോ? എന്റെ കൂടെ വരാൻ തയ്യാറാണോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. നിന്നെ കണ്ടപ്പോ തന്നെ നീ എന്റേതാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ചുമ്മാ ഭ്രാന്ത് പറയല്ല. എന്റെ കയ്യിൽ കാശില്ല, സ്വത്തില്ല. പക്ഷെ ലൈഫ് ലോങ് ആയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കും. എന്റെ അകത്ത് അത്രയ്ക്കും സ്നേഹമുണ്ട്. നിനക്ക് വിശ്വാസമാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഇവിടെ തിരിച്ചു വരാം. നമുക്ക് ഈ നാട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്തു പറയുന്നു? നിക്കടാ, എങ്ങോട്ടാടാ പോന്നെ? ഞാൻ പറഞ്ഞതല്ലേ ബാനുയുടെ കൂടെ പുറത്തു പോവാണെന്ന്. നീനക്കെന്താ വട്ടാണോ? ആരുടെ അവള്? ഒരു കോൾ ഗേള്. പണത്തിന് വേണ്ടി എല്ലാവരുടെ ബന്ധം വെച്ചോണ്ടിരിക്കുന്നവള്. അവളുടെ അടുത്ത് നിനക്ക് എന്തിനാണ് ഇത്ര പ്രേമം? അതെന്താ 2 ഐസ്ക്രീം കഴിച്ച് പാർക്കിലൊക്കെ കറങ്ങി നടന്നാ അത് പ്രേമമാകുമോ? പറയടാ, നീ തന്നെ പറ. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടല്ലേടാ. അവൾക്ക് ഇഷ്ടമില്ലാത്ത തന്റെ ഭൂതകാലം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ഭാവി കാലത്തിന് വേണ്ടി എന്റെ കൂടെ വരുമെന്ന് ഒരു ചെറിയ ആഗ്രഹം. റിയൽ ലൈഫിൽ ഇങ്ങനൊന്നും നടക്കില്ല. ഞാൻ വരട്ടെ, ബൈ. അവസാനായിട്ട് എന്താ നീ പറയുന്നേ? നിക്കടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിക്കടാ അളിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. പറഞ്ഞ മനസ്സിലാകത്തില്ല. ഈ പ്രേമത്തിൽ വീണെന്നോ കുഴിയിൽ വീണെന്നോ? കുഴിയിൽ വീണമെന്നൊന്നും പെട്ടെന്ന് വരില്ല. നോക്കാം. ഹലോ ചീനോ, നീ പെട്ടെന്ന് എൻ്റെ റൂമിലോട്ടൊന്ന് വാ. ബാനു, ബാനു, എന്താ ഇത്? എന്നോട് വരാൻ പറഞ്ഞിട്ട് ഇവളിതെങ്ങോട്ട് പോയി? ഇനിയെങ്ങാനും എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് സത്യമാവോ? ചേച്ചേ, അങ്ങനെയൊന്നും നടക്കില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ഇതെന്താ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നേ? ഇനിയെങ്ങാനും എന്റെ ഫ്രണ്ട് പറഞ്ഞു തന്നെ ആയിരിക്കോ സത്യം? ആഹാ. ഓ.
ഏയ് നിക്ക്. എന്താ നിന്നെ വിളിച്ചാ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നേ? നീ പോയതിനു ശേഷം ഞാൻ നിന്നെ പറ്റിയാണ് ആലോചിച്ചത്. ആ ബ്രോക്കർ ഒരുപാട് നേരായി വിളിക്കുന്നു. അതുകൊണ്ടാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. ഞാൻ കാണിക്കുന്നത് ഭ്രാന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ദിവസം മാത്രമല്ല, ജീവിതകാലം മുഴുവൻ എനിക്ക് നീ വേണം. അങ്ങനെയാണ് എന്റെ മനസ്സ് പറയുന്നത്. ജീവിതവും മരണവും നിന്നോടൊപ്പമാണ്. ശരി, വാ നമുക്ക് പോവാം. ഉം. അപ്പോഴേക്കും അവരെങ്ങനെ വന്നാലോ? ശരി.